വൺ തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട് യൂറിനറി ഇൻകോണ്ടിനൻസിനെ പറ്റിയിട്ടാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുക. അത് പല കാരണങ്ങളും കൊണ്ടാവാം. അവിടുത്തെ ആ ഭാഗത്തെ മസിൽസ് വീക്കായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസാണ്. ചിലത് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്കായിട്ട് വരുന്നവർക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. മെയിൻലി സ്ത്രീകൾക്കാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 30+ ആയിട്ടുള്ളവർക്കാണ് കൂടുതലും ഇത് കാണുന്നത്. കാരണങ്ങളുണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതായത് സ്ട്രെസ്സ് കാരണം ഉണ്ടാവുന്നത്. അതായത് ചുമ, അല്ലെങ്കിൽ ഒരുപാട് ചിരിച്ചിട്ട്, അല്ലെങ്കിൽ സ്നീസിങ്, നമ്മൾ തുമ്മിയിട്ട്, അല്ലെങ്കിൽ എക്സസൈസ് ആ ഭാഗത്തേക്ക് പ്രഷർ വരുന്ന രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ബ്ലാഡറിലേക്ക് പ്രഷർ വന്നിട്ട് ചെറുതായിട്ട് മൂത്രം പോകുന്ന രീതിയിൽ. ഏർജ് ഇൻകണ്ടിനൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചി നിറഞ്ഞ് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് ഒരു ലീക്കേജ്. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഈ യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രസഞ്ചി മുഴുവനായിട്ട് ഒഴിഞ്ഞു പോവാണ്ട് ഇടയ്ക്കിടയ്ക്ക് തുള്ളിയായിട്ട് വരുന്ന ഒരു പ്രതിഭാസം. പിന്നെ ഫെർമെൻസ് കാരണം ടോയ്ലറ്റിൽ പോവാൻ അല്ലെങ്കിൽ ടൈമിന് എത്താൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സപ്പോസ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖത്താൽ പെട്ടെന്ന് ബാത്റൂമിലേക്ക് എത്താൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഉണ്ടാവുന്നത്. ഇതിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നത്. വീക്കായിട്ടുള്ള പെൽവിക് ഫ്ലോർ മസിൽസ്, അതിപ്പോൾ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ കാണുന്നു എന്ന് പറയുന്നത് പ്രസവശേഷം ഒക്കെയാണ്. പിന്നെ ഏജിനനുസരിച്ച് ഒക്കെ ഇത് കൂടി വരുന്നു. പിന്നെ ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്രത്തിലുള്ള പഴുപ്പ്, അങ്ങനത്തെയൊക്കെ കാരണങ്ങളുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് മെനോപോസായിട്ട്, അതായത് ഈ മെൻസസ് നിൽക്കുന്ന ഒരു കാലത്ത് ഒബേസിറ്റി, അതായത് ഒരുപാട് തടിയുള്ളവർ, അങ്ങനത്തെയൊക്കെ കേസിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. പിന്നെ പാർക്കിൻസൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് അങ്ങനത്തെയൊക്കെ കണ്ടീഷനിലും ഇങ്ങനെ പ്രശ്നം കാണാറുണ്ട്. ആണുങ്ങളിൽ ഈ പ്രശ്നം കാണുന്നത് ഈ പ്രോസ്ട്രേറ്റ് ഇഷ്യൂ ഉള്ളവർക്കാണ് ഇങ്ങനെ യൂറിനറി ഇൻകോണ്ടിനൻസ് കാണുന്നത്. ഇതിൽ പലതരം വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ ബ്ലാഡർ ട്രെയിനിങ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാണ്ട് കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് പോയി അങ്ങനെ ഒരു ശീലിച്ച് ഇതായിട്ട് വരുന്നത് കൺട്രോൾ ചെയ്യുന്ന മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് മസിൽസ് റിലാക്സ് ചെയ്യുക, കോൺട്രാക്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് ഇതാക്കുന്നത് വളരെ നല്ല ഒരു വ്യത്യാസം വരുത്തും. ഒരുപാട് ഹെർബ്സ് ഉണ്ട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിൽ വ്യത്യാസം. സ്പൈസി, പിന്നെ പുളിയുള്ളത്, അസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് അച്ചാറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നെയ്യൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. യോഗ ചെയ്യുന്നത് ഇതിന് നല്ലതാണ്. ഭുജംഗാസനം, സേതുബന്ധാസനം, അങ്ങനത്തെ, പിന്നെ ബട്ടർഫ്ലൈ, തിത്തല്യാസനം, അങ്ങനത്തെയൊക്കെ ഇതിന് വ്യത്യാസം വരുത്തുന്നുണ്ട്. മൂലബന്ധ, അതായത് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യുന്നതും ഒക്കെ ഇതിന് നല്ലതാണ്. മെയിനായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. യൂറിനറി ഇൻകോണ്ടിനൻസ് വെച്ചിരിക്കാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് വെച്ചിരുന്ന് ഇൻഫെക്ഷൻസിലേക്കൊക്കെ വരാണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു കണ്ടീഷനും കൂടിയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.